ശബരിമല ബ്രൂവറി വിവാദങ്ങളിൽ സർക്കാരിനെതിരായ തുടർ നടപടികൾ ചർച്ച ചെയ്യാൻ യുഡിഎഫ് യോഗം കെപിസിസി രാഷ്ട്രീയകാര്യ സമിതിയും ഇന്ന് ചേരും. ബ്രൂവറി ഇടപാടിൽ എക്സൈസ് മന്ത്രിക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് നിയമ നടപടിക്ക് പോകാൻ തീരുമാനിച്ചേക്കും. റഫേൽ ഇടപാടിൽ കോൺഗ്രസിന്റെ രാജ്ഭവൻ ധർണയും ഇന്ന്. ബ്രൂവറി ഇടപാടിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ കഴിഞ്ഞതിന് പിന്നാലെ ശബരിമല സ്ത്രീ പ്രവേശന വിഷയം കൂടി വന്നതോടെ പതിവിൽ കവിഞ്ഞ ആത്മവിശ്വാസത്തിലാണ് യുഡിഎഫ്. ബ്രൂവറി വിവാദത്തിൽ ആദ്യാന്തം സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ കഴിഞ്ഞതാണ് യുഡിഎഫ് വിലയിരുത്തൽ. എക്സൈസ് മന്ത്രിക്കെതിരെ അഴിമതി കേസെടുക്കുന്ന രീതിയിലേക്ക് നിയമ നടപടി കൂടി സ്വീകരിക്കാൻ കഴിഞ്ഞാൽ വലിയ നേട്ടമാകുമെന്നാണ് കരുതുന്നത്. ഇത് സംബന്ധിച്ച് തുടർ നടപടികളും പ്രക്ഷോഭ പരിപാടികളും രാവിലെ 9 ചേരുന്ന യുഡിഎഫ് യോഗം ചർച്ച ചെയ്യും. ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തിലെ കോടതി നടപ്പിലാക്കാൻ സർക്കാർ ധൃതി കാണിച്ചതിലുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതും ഗുണമായെന്നാണ് മുന്നണി വിലയിരുത്തുന്നത്. ബിജെപിയിൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കാനും വിശ്വാസികളെ പിന്തുണ നേടാൻ കഴിഞ്ഞെന്നും അവർ വിലയിരുത്തുന്നു. ലീഗും കേരള കോൺഗ്രസും കോൺഗ്രസ് നിലപാടിനെ പിന്തുണയ്ക്കുകയും ചെയ്തു. വിഷയത്തിൽ മുന്നണി എടുക്കേണ്ട തുടർ നടപടികളും യുഡിഎഫ് ചർച്ച ചെയ്യും. ഉച്ചയ്ക്ക് ശേഷം 3 നടക്കുന്ന കെപിസിസി രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലും ബ്രൂവറി, ശബരിമല എന്നിവയ്ക്കൊപ്പം കെപിസിസി ഭാരവാഹി പുനഃസംഘടന സംബന്ധിച്ചും ചർച്ച നടത്തും. രാവിലെ 10 മുതൽ ഉച്ചവരെയാണ് രാജ്ഭവൻ ധർണ. റഫാൽ ഇടപാടിലെ അഴിമതിയും ഇന്ധനവില വർധനയും ഉയർത്തിയാണ് രാജ്ഭവൻ ധർണ സംഘടിപ്പിക്കുന്നത്. മീഡിയ 1 തിരുവനന്തപുരം.